ഹായ് ഗോയ്സ്, നമ്മൾ പുതിയ ഹോട്ടലിലേക്കാണ് നിങ്ങളൊക്കെ സ്വാഗതം ചെയ്യുന്നത്. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. എല്ലാരോടും പറയണം, എല്ലാരും അറിയണം. നമ്മുടെ പുതിയ കടയുടെ പേരാണ് ബാബുവിൻ തട്ടുകട. സ്വാഗതം ചെയ്യുന്നു. ഇതാണ് ഇവിടെ പുതിയ ഹോട്ടൽ. അവിടുത്തെ 2 ഷെഫുമാരാണിത്. ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല, ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. സ്പെഷ്യൽ ഡിഷസ് എന്തൊക്കെയാ പറഞ്ഞേ? നമ്മൾ 3 പേര് ഇങ്ങനെ കാണിക്കാം. എന്നിട്ട് പിന്നെ ഇതെടുത്തിട്ട് ഇവരെ മാത്രം ഷൂട്ട് ചെയ്യണം. ഞങ്ങളിവിടെ എന്താ ചെയ്യണെന്ന് നിനക്ക് കണ്ടുകൂടെ എന്റെ കുട്ടി? ഇവർ രണ്ടുപേരാണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഷെഫുമാര്. നമുക്ക് എന്ത് ഫുഡ് പറഞ്ഞു കഴിഞ്ഞാലും ഒരു ലൈവായിട്ട് സ്പോട്ടിൽ ഉണ്ടാക്കി തരില്ല അല്ലേ? നമുക്ക് എല്ലാ ഫുഡുകളും കിട്ടില്ലേ? സ്പോട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി തരില്ല നമുക്ക് ഫുഡുകൾ. നമ്മളിപ്പോൾ അവിടുത്തെ ഫുഡ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്ത് ഫുഡാണ് വേണ്ടത് നമുക്കിപ്പോൾ കഴിക്കാൻ? ഓർഡർ ചെയ്തോളൂ. എന്തൊക്കെ ഫുഡുകളുണ്ട് നിങ്ങളുടെ മെയിനായിട്ട്? അപ്പൊ ഒന്ന് പറഞ്ഞുതരാം. ഇതാ സാർ മുട്ട, ഹോർലിക്സ്, ചിക്കൻ, മിൽക്ക്, രാവിലെ സാർ ബീഫ് ഒലത്തിയത് ഒലത്താത്ത 2 times വിത്ത് ബ്രെഡ് ആൻഡ് ഓംലെറ്റ്. ചിക്കൻ ബിരിയാണി ഉണ്ട്, മുട്ട ബിരിയാണി ഉണ്ട്, കുത്തിപ്പൊരി പൊറാട്ട ഉണ്ട്, നൂൽ പൊറാട്ട ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു 10-40 ഡിഷൊക്കെ ഉണ്ടാവില്ല നിങ്ങളുടെ കയ്യിൽ? പിന്നെ ഏത് ഫുഡ് പറഞ്ഞാലും ഇവർ ഉണ്ടാക്കി തരുന്ന അമേരിക്കൻ, ചൈനീസ് എല്ലാ ഫുഡുകളും ഇവർ ഉണ്ടാക്കി തരുന്നല്ലോ. ഓർഡർ ചെയ്തോളൂ. അപ്പൊ നമുക്ക് സ്പെഷ്യൽ ഉണ്ടാക്കി തന്നെ. നമ്മുടെ ഷെഫുമാര് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്ന ചട്ടിച്ചോറും നൂൽ പൊറാട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. വളരെ അടിപൊളിയായിട്ടാണ് ഇവർ ഉണ്ടാക്കുന്നത്. ഉണ്ടാക്കൽ കാണാൻ തന്നെ ഒരു വലിയ പ്രത്യേകതയാണ് കേട്ടോ. മിനിറ്റുകൾക്കുള്ളിൽ അവർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതെ, ഭയങ്കര കളർഫുൾ ചട്ടിച്ചോറുകളാണ് അവർ ഉണ്ടാക്കി തരുന്നത് നമുക്ക്. ഇതാണ് അടിപൊളി നൂൽ പൊറാട്ടയാണ് ഉണ്ടാക്കുന്നത്. ഇടയ്ക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ഉപ്പില്ലേ? ചട്ടിച്ചോറിലേക്കുള്ള ഐറ്റംസ് വറുത്ത് പൊടിച്ചിട്ട് ഉണ്ടാക്കുകയാണ്. അവർക്ക് തുണിയൊന്നും വേണ്ട, ഒരു കൈ കൊണ്ട് തന്നെ എല്ലാം. അതെ, അത്രയും എക്സ്പീരിയൻസ് ആണ് അത്. നിങ്ങൾ എത്ര നാളെ ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട്? 10 വർഷമായി ഗൈസ്. ഇവരിവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷമായിരിക്കുകയാണ്. അത്ര എക്സ്പെർട്ടൈസിലാണ് നമുക്ക് ഇതെല്ലാം ഉണ്ടാക്കി തരുന്നത്. നിങ്ങളുടെ കടയുടെ പേരെന്താന്ന് പറഞ്ഞത്? കടയുടെ പേരെന്താന്ന്? ഞാൻ പറഞ്ഞു തരില്ല, നീ എന്താന്ന് വെച്ചാ ആലോചിച്ച് കഴിക്കാവുന്ന ആള് ഫുഡിന്റെ മണക്കം വന്നപ്പോ പേരടക്കം മറന്നു. നല്ല മണം തന്നെ, മണം അടിച്ചിട്ട്. പിന്നെ അവർക്ക് പ്രത്യേകിച്ച് ഇതിനു ചെലവൊന്നുമില്ല. തീ വേണ്ട, ഗ്യാസ് വേണ്ട, കറണ്ട് വേണ്ട, ഒന്നും വേണ്ട. അതാണ് ഈ ഫുഡ് ഉണ്ടാക്കേണ്ട ഒരു പ്രത്യേകത. നമ്മുടെ നൂൽ പൊറാട്ട ആദ്യമായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് ഗൈസ്. ഉണ്ടാക്കി തന്നിരിക്കുകയാണ്. നൂൽ പൊറാട്ട ഞാൻ ചട്ടിച്ചോറായിരുന്നു ഓർഡർ ചെയ്തത്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെയാണ് ഈ ചട്ടിച്ചോറ് ഉണ്ടാക്കി തന്നിരിക്കുന്നത്. ഇവിടെ പത്തിരി ബീഫ് കറിയും പറഞ്ഞ ആൾക്ക് പത്തിരി ബീഫ് കറിയും കിട്ടിയിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് ജ്യൂസും കൊടുക്കുന്നത് ഇവരുടെ കോംപ്ലിമെന്ററി ആണ്. ഓക്കെ ഓക്കെ. എല്ലാവർക്കും നല്ല അടിപൊളി ജ്യൂസാണ്. ജ്യൂസിന്റെ പേരെന്താണ്? അതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ലിക്വിഡ് ആണ് കേട്ടോ ഇതിൽ ഒറ്റിച്ചോണ്ടിരിക്കുന്നത്. ഇത് കഴിച്ചു കഴിഞ്ഞാലാണ് നമ്മൾ ഇതിന്റെ ടേസ്റ്റ് കൊണ്ട് വീണ്ടും ഇങ്ങോട്ട് വരുന്നതാണ് ഇതൊരു സീക്രട്ട്. എല്ലാത്തിനും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് ഈ സീക്രട്ട് ആണ് അവർ ഇതിൽ ഒഴിക്കുന്നത് അല്ലേ? ഈ ഒരു സീക്രട്ട് ആണ് ഏറ്റവും ഭയങ്കര രുചി കൊടുക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. ബാക്കി സത്യം പറയാലോ, വായ വെക്കാൻ കൊള്ളില്ല. സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളുടെ നൂൽ പൊറാട്ട. ഇത്ര രുചിയായിട്ടുള്ള നൂൽ പൊറാട്ട ഞാൻ ഒട്ടും കഴിച്ചിട്ടില്ല. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഭയങ്കര രുചി. നമുക്ക് രുചിയേക്കാളും പ്രത്യേകത അതിന്റെ കളർഫുൾ ആണ്. എല്ലാ കളറും ഉണ്ട്. പച്ച, മഞ്ഞ, ചുവപ്പ്. മിക്സഡ്
ചട്ടിച്ചോറായിരുന്നു പറഞ്ഞത്. അത് അതുമാതിരി തന്നെ ഉണ്ടാക്കിയത്. ലാസ്റ്റ് അവരുടെ ഭയങ്കര രുചിയാണ് ഗൈസ്, അടിപൊളിയായിട്ട് പിന്നെ അത് മാത്രമല്ല ഇതിന്റെ ഫ്രാഞ്ചൈസി അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് ബിസിനസ് ഒക്കെ ഭയങ്കര ഡെവലപ്പ് ചെയ്യാം. കാരണം ഇതിനെ നമുക്ക് കറണ്ട് ചാർജ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് ഗ്യാസ് വേണ്ട, യാതൊരു ഇന്ധന ചെലവും ഒന്നും ഇല്ല. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത അല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഇവരുടെ ഈ ഒരു കട ഇത്രയും ഫേമസ് ആയിട്ട് ഇവരെ ഇത്രയും ഉയർത്തിക്കൊണ്ട് വന്നത് ഈ കടയുടെ ഓണറാണ്. ഓക്കെ, അപ്പൊ നമുക്ക് കടയുടെ ഓണറിനെ കൂടെ പരിചയം. ആളാണ് ഓണറാണ്. ഈ ഫുൾ ബിസിയാണ്, ഫോണില് പുതിയ ബ്രാഞ്ച് തുറക്കാൻ വേണ്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളെ ഫുൾ ബിസിയാണ് എപ്പോഴും. ദുബായിലാണ് നിങ്ങൾക്ക് ബ്രാഞ്ച് ഉണ്ട് അല്ലെ? ദുബായിൽ ബ്രാഞ്ച് ഇല്ല നിങ്ങൾക്ക്? ദുബായിൽ ബ്രാഞ്ച് ഇല്ല. അമേരിക്ക അപ്പൊ നമുക്ക് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? പുലർച്ചെ 9 മണിക്കൊക്കെയാണോ നിങ്ങളുടെ ഷോപ്പ്? അത്രയും തിരക്കാണ്. പുലർച്ചെ 9 മണിക്കൊക്കെ ഓപ്പണിംഗ് ആണോ? പാവച്ചൻ തട്ടുകട ഇത്രയും ഫേമസ് ആവാൻ കാരണം ഇതിന്റെ ഓണറും പിന്നെ ഇവരുടെ അകമഴിഞ്ഞ ഹാർഡ് വർക്കും കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഓണറെ തന്നെ പരിചയപ്പെടാം. ഓക്കെ, എത്ര നാളായി ഇവരിവിടെ വർക്ക് ചെയ്യുന്നു? 10 വർഷമായി. ഓക്കെ, എങ്ങനെയാണ് ഇവരുടെ ഡ്യൂട്ടി ടൈം ഒക്കെ എങ്ങനെയാണ് വരുന്നത്? അത് 10 മണി വരെയാണ് ഗൈസ് ഇവർ വർക്ക് ചെയ്യുന്നത്. ഹാർഡ് വർക്കേഴ്സ്. ഫുഡ് മാത്രം കൊടുത്തിട്ടാണ് ഇവർ ഇത്ര ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ, നല്ല മക്കളാണ്. അതുകൊണ്ടാണ് ഇവരെ വിടാതെ വിളിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും കഠിനാധ്വാനികളായിട്ടുള്ള കുട്ടികളെ നമ്മൾ വേറെ എവിടെയും കാണില്ല അല്ലെ? ഓക്കെ, മോളുടെ മകള് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയാ, நம்ம பாக்குறத வேலை நம்ம கரெக்டா பார்த்தா தானே நமக்காக வேலை பாக்குறோம், அவனோட வேலை கரெக்டா பாக்கும். അവൈലബിൾ ആണല്ലേ? പിന്നെ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ശമ്പളമൊക്കെ കറക്റ്റ് ആയിട്ട് തരാറുണ്ടോ? ശമ്പളം എത്ര വേണ്ട? ഓക്കെ, എന്നാലും നിങ്ങൾ ഒരു ശമ്പളം ഉണ്ടായിരിക്കുമല്ലോ. മാസം നിങ്ങൾക്ക് എത്ര ശമ്പളം കിട്ടുന്നത്? ഇവരുടെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് നാട്ടിലത്തെ ഫുഡും ഇവരുടെ അവൈലബിൾ ആണ്. നിങ്ങൾ എന്ത് ഫുഡ് ചോദിച്ചാലും ഉണ്ടാക്കി തരാൻ ഇവര് ഓക്കെയാണ്. ഇവിടെ കടയിൽ വരണം, ടേസ്റ്റ് ചെയ്യണം, രുചി അറിയണം, എന്നിട്ട് വേണം നമ്മൾ കട നമുക്ക് മുന്നോട്ട് ഉയർത്തിക്കൊണ്ടാൽ നിങ്ങളൊക്കെ സപ്പോർട്ടിങ് വേണം, ഇവരെ സഹായിക്കണം. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ തിരുവനന്തപുരത്തുള്ള പാവച്ചൻ തട്ടുകടയിലേക്ക് എന്തായാലും ഓക്കെ, തുടങ്ങിയിട്ടുണ്ടോ?